വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. RRB PO ആൻഡ് ക്ലർക്കിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ബാച്ച് ഉണ്ടോ? യെസ്. ഇനി നമുക്ക് വരാൻ പോകുന്ന എക്സാം എന്ന് പറയുന്നത് RRB PO ആൻഡ് ക്ലർക്ക് ആണ് അല്ലെ. RRB POയുടെ പ്രിലിംസിന്റെ എക്സാം നവംബർ മാസത്തിലും RRB ക്ലർക്കിന്റെ പ്രിലിംസിന്റെ എക്സാം ഡിസംബർ മാസത്തിലുമാണ്. RRB POയുടെ മെയിൻസ് വരിക ഡിസംബറിലും RRB ക്ലർക്കിന്റെ മെയിൻസ് വരുന്നത് ജനുവരി മാസത്തിലുമായിരിക്കും 2027. അപ്പൊ നമുക്കിനി കുറച്ച് മാസങ്ങളുണ്ട് അല്ലെ. ഈ ഒരു മാസം നല്ല കട്ടയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് ആസ്പിറൻസ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഷുവർ ആയിട്ടും പറ്റും, പക്ഷേ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അത്യാവശ്യമാണ്. നിങ്ങളൊരു ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല ഇപ്പൊ ചിന്തിച്ചിരിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻറ്റയർ സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. നമ്മളിപ്പോ അടുത്ത വരാൻ പോകുന്ന എക്സാം RRB PO ആൻഡ് ക്ലർക്ക് ആയതുകൊണ്ടാണ് നമ്മളുടെ ബാച്ചിന് ആ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാമിന്റെയും സിലബസ് സെയിം ആണ്. ഒറ്റ സിലബസ് പഠിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒരു വർഷം വരുന്ന 20-ലധികം പരീക്ഷകൾ എഴുതാൻ പറ്റും. അതിന് നമ്മളുടെ സൈലം ബാങ്കിങ്ങിന്റെ ഏതെങ്കിലും ഒരു ബേസ് ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ എക്സാംസും അതിൽ കവർ ചെയ്യും. അപ്പൊ ഇനി വരാൻ പോകുന്ന എക്സാം RRB PO ആൻഡ് RRB ക്ലർക്ക് ആയതുകൊണ്ട് തന്നെ അത് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ അടുത്ത ബാച്ച് വരുന്നത്. ബാക്കി എല്ലാ ഇൻഷുറൻസ് എക്സാമും എല്ലാ ബാങ്ക് എക്സാമിന്റെയും സിലബസ് സെയിമാണ്. PO ആണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഇച്ചിരി കൂടുതലും ക്ലർക്ക് ആണെങ്കിൽ ഇച്ചിരി ലെവൽ കുറവായിരിക്കും എന്ന് മാത്രമാണ് വ്യത്യാസം. ഓക്കെ ആണല്ലോ? യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളുടെ ബാച്ചിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. നമ്മളുടെ ബാച്ചിൽ 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ബേസ് ടു അഡ്വാൻസ് എന്ന ലെവലിൽ കവർ ചെയ്ത് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് സെറ്റ് നമ്മളെ എല്ലാ സബ്ജക്റ്റിന്റെയും പ്രൊവൈഡ് ചെയ്തിരിക്കും. RRB POയ്ക്ക് പ്രിലിംസിനും മെയിൻസിനും ശേഷം ഇന്റർവ്യൂ ഉണ്ടാകും. സോ ഇന്റർവ്യൂവിന്റെ സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ബാച്ചിലൂടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ. അപ്പൊ നമുക്ക് RRBക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇല്ല, പക്ഷേ നമുക്കിപ്പോ SBI PO അല്ലെങ്കിൽ ഇപ്പം ഫെഡറൽ ബാങ്ക് എക്സാം അതിനൊക്കെ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനും ഉണ്ടായിരിക്കും. സോ ഇതിനിടയിൽ വരുന്ന വേറെ ഏതെങ്കിലും ഒക്കെ എക്സാംസ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാച്ചിലെ ആസ്പിറന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂവിനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി നമ്മളുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? നമുക്ക് ടോട്ടൽ 450+ അവേഴ്സ് ഓഫ് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എല്ലാ സബ്ജക്റ്റും കൂടെ ഡെയിലി 2 to 3 hours ആയിരിക്കും ക്ലാസ്സസ്. വീക്ക്ലി 5 to 6 days ആയിരിക്കും നമ്മളുടെ ക്ലാസ് വരുന്നത്. എല്ലാ ക്ലാസ്സസും ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. പക്ഷെ ആ ലൈവ് ക്ലാസ്സസിന്റെ എല്ലാം റെക്കോർഡഡ് സെഷനും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ വർക്കിംഗ് ആയിട്ടുള്ള ആസ്പിറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് കാണാൻ പറ്റും. ഓക്കെ. ഇനി ആരൊക്കെയാണ് നിങ്ങളുടെ ക്ലാസ്സസ് എടുക്കുന്നത്? അപ്പൊ എന്റെ പേര് അഞ്ജു, ഞാനാണ് നിങ്ങൾക്ക് റീസണിങ് സെക്ഷൻ എടുക്കുന്നത്. നമ്മൾ വേറെ ഏത് എക്സാമിനെ വെച്ച് നോക്കിയാലും ബാങ്ക് എക്സാമിനാണ് റീസണിങ് ടഫായിട്ട് ചോദിക്കുന്നത് അല്ലെ. അപ്പൊ അതിപ്പോ പസിൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിസ്ലേനിയസ് ടോപ്പിക് ആയിക്കോട്ടെ, ഏതാണെങ്കിലും 100% പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് കവർ ചെയ്ത് എക്സാം ലെവൽ പ്രാക്ടീസ് നിങ്ങൾക്ക് തരും എന്നുള്ളത് 100% ഉറപ്പാണ്. ഓക്കെ. അപ്പൊ റീസണിങ് നിങ്ങൾക്ക് ഏറ്റവും സ്കോറിംഗ് സബ്ജക്ട് ആക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ 100% അത് ഞാൻ ചെയ്തിരിക്കും. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റീസണിങ് മുന്നോട്ടേക്ക് കൊണ്ടുപോകും. ഇനി ഇംഗ്ലീഷ് നിങ്ങൾക്ക് എടുക്കുക. രേവതി മിസ് ആയിരിക്കും. അറിയാലോ, രേവതി മിസ്സിന്റെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മാരത്തോൺ സെഷൻസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ്സസിന്റെ ലെവൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ സൈലം ബാങ്കിങ്ങിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ അതിൽ തന്നെ നമുക്ക് ഫ്രീ ക്ലാസ്സസ് കുറെ അവൈലബിൾ ആണ്. അപ്പൊ ഇംഗ്ലീഷിലെ ഏറ്റവും അടിപൊളിയാക്കി പ്രിലിംസും മെയിൻസും ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വരെ മിസ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരും. ആൻഡ് ഇനി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനുശ്രീ മിസ് ആയിരിക്കും. അറിയാലോ, മെയിൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു 6 മാസത്തെ കറണ്ട് അഫയേഴ്സ്, അത് ബാങ്കിങ് അവയർനെസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ 6 മാസത്തെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സും മിസ് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമുക്ക് നിഖിൽ സാറും ഉണ്ടാകും, ഹരികൃഷ്ണൻ സാറും ഉണ്ടായിരിക്കും. അറിയാലോ, ബാങ്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് നമ്മളുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരുപാട് ആസ്പിറൻസിന്റെ പേടി സ്വപ്നമാണ്. അപ്പൊ ഇനി പേടിയൊക്കെ മാറ്റി വെച്ചാൽ ബേസ് മുതൽ തന്നെ ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്വാണ്ട് നിഖിൽ സാറും ഹരിസാറും കൂടെ സെറ്റ് ആക്കി തരുന്നതായിരിക്കും. ഇനി നമ്മളുടെ ബാച്ചിൽ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് മുന്നോട്ടേക്ക് പോകുക? ഇപ്പോ എല്ലാ സബ്ജക്റ്റിന്റെയും ഇപ്പോ നമുക്ക് RRB PO ആണെങ്കിൽ പ്രിലിംസിനും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിംഗും മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആദ്യം മുതൽ ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് ഇല്ലായിരിക്കുമോ? ഉറപ്പായിട്ടും ഇംഗ്ലീഷിന്റെ ക്ലാസ്സസ് ഉണ്ടായിരിക്കും. കാരണം
ആദ്യം മുതലേ പഠിച്ചെങ്കിൽ മാത്രമേ മെയിൻസിന് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ എക്സാംസിനും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കണം. ഇപ്പൊ ഇന്നൊരു ക്ലാസ് കഴിഞ്ഞു. ഇപ്പൊ എന്റെ റീസണിങ്ങിന്റെ ഡയറക്ഷൻ ടെസ്റ്റിന്റെ ക്ലാസ് ആണ് ഇന്ന് കഴിഞ്ഞതെങ്കിൽ ആ ക്ലാസ്സസിന്റെ നോട്ട് നിങ്ങൾക്ക് ആപ്പിലൂടെ കിട്ടും. അതുകൂടാതെ ഏത് ടോപ്പിക്കാണോ കഴിഞ്ഞത് അതിന്റെ പ്രാക്ടീസ് സെറ്റ്, ഡെയിലി പ്രാക്ടീസ് പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എല്ലാ സബ്ജക്റ്റിന്റെയും നമ്മൾ നമ്മുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. കുറച്ച് ടോപ്പിക്സ് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് നമ്മൾ ടെലഗ്രാമിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി ടാർഗറ്റ്, അതായത് ഒരു ദിവസം ഇത്ര ക്വാണ്ട്, ഇത്ര റീസണിങ്, ഇത്ര ഇംഗ്ലീഷ്, അത്രയും നിങ്ങൾ ഡെയിലി ചെയ്യണം. അത് പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഡെയിലി ടാർഗറ്റ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും തപ്പി വേറെ എങ്ങും നടക്കേണ്ട കാര്യമില്ല. ടെലഗ്രാം ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ടാർഗറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് അതേപോലെ തന്നെ നമുക്കറിയാലോ സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്തുള്ള ഒരു പ്രാക്ടീസ് നമ്മളുടെ എക്സാമിന് വളരെയധികം അത്യാവശ്യമാണ്. സോ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ എല്ലാം സ്പീഡും ആക്യുറസിയും മെയിൻറ്റെയിൻ ചെയ്ത് വിത്ത് ടൈമർ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു എല്ലാ ലൈവ് ക്ലാസ്സസ് ആണ്. അതിന്റെ എല്ലാം റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ക്ലാസ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ, അത് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ ടോപ്പിക്കിന്റെയും ഡെയിലി പ്രാക്ടീസ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇന്റൻസീവ് വർക്ക്ഔട്ട് സെക്ഷൻ നമ്മൾ പറഞ്ഞല്ലോ, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് എക്സാം അടുക്കുമ്പോഴത്തേക്കിന് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എല്ലാ സബ്ജക്റ്റിന്റെയും വിത്ത് ടൈമർ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ്, ഈ ടൈമർ പ്രാക്ടീസ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് എന്ത്, നമ്മുടെ ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ്. ദെൻ നിങ്ങൾക്ക് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്, അപ്പൊ നിങ്ങൾ മുന്നോട്ട് വരുന്ന RRB PO ആയിക്കോട്ടെ RRB ക്ലർക്ക് ആയിക്കോട്ടെ അതിന്റെ എല്ലാം ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അതേപോലെ തന്നെ വീക്ക്ലി ടെസ്റ്റും നിങ്ങൾക്ക് നമ്മൾ ഓരോ ടോപ്പിക്കും കഴിയുമ്പോഴത്തേക്കും ഓരോന്നിന്റെ ടോപ്പിക് ടെസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിന്റെ നിങ്ങൾക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സുകളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇതൊക്കെയാണ് നമ്മളുടെ ബാച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ക്ലാസ് ഉടനെ ആരംഭിക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മളുടെ ബാച്ചിന്റെ ഫീ എത്രയാണ് എന്ന് ചോദിക്കുന്നവരോട് നമ്മളുടെ ബാച്ചിന്റെ ഫീ വരുന്നത് 6,999 ആണ്. അപ്പോ ഏറ്റവും ബെറ്റർ ഒരു ജോബിന് വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മുടെ ഫ്യൂച്ചർ സെറ്റ് ആകുന്ന ഏറ്റവും അടിപൊളി ജോലിക്ക് വേണ്ടിയിട്ടാണ്. സോ ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ന് മാത്രം കരുതിയാൽ മതി. കംപ്ലീറ്റ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാം എഴുതാനുള്ള ലെവലിലേക്ക് നിങ്ങളെ നമ്മൾ ഉറപ്പായിട്ടും കൈപിടിച്ചുയർത്തും. നിങ്ങൾ കൂടെ നിന്നാൽ മതി. ഓക്കെ. എങ്കിൽ ഇനി നമ്മുടെ അഡ്മിഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതിന് താഴെ കമന്റ് ചെയ്യുക. നമ്മൾ നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മളുടെ കോഴ്സിന്റെ വാലിഡിറ്റി പറഞ്ഞിരിക്കുന്ന ടിൽ എക്സാം ആണ്. അറിയാലോ RRB ക്ലർക്കിന്റെ മെയിൻസിന്റെ എക്സാം എന്ന് പറയുന്നത് നമുക്ക് January 30 2027. സോ അതുവരെ നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പൊ RRB PO ആൻഡ് ക്ലർക്ക്, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബാങ്ക് ജോലി എന്ന സ്വപ്നം കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബാച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാ ആസ്പിറൻസും ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിൽ കാണാം.